മനുഷ്യ ഇന്നിക്ക് ആരും ലവ് ലെറ്ററോ ലവ് ലെറ്ററോ കിടന്നോ അഭിനയിക്കല്ലേ? ഇതേ നിങ്ങളെ സ്കൂളല്ലേ, ഞാൻ ചാന്ദിനി ഒന്നല്ലേ? ഇത് നിനക്ക് ഇപ്പൊ എവിടെ കിട്ടിയത്? നിങ്ങൾ പൊന്നു പോലെ സൂക്ഷിച്ച പിന്നെ കിട്ടൂലേ? അപ്പൊ നിങ്ങൾ ഇതുവരെ അവളെ മറന്നില്ലല്ലേ? എടി ഓർത്തിട്ട് വേണ്ട മറക്കാൻ. അതുമല്ല അവിടെ കല്യാണം കഴിഞ്ഞ് കൊച്ചക്കായതാണ്. അപ്പൊ കൊച്ചായിരുന്നു നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഫ്രണ്ട്സ് പറഞ്ഞു. ഓ, അപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് അവളെ കാര്യമൊക്കെ തിരക്കാറുണ്ടല്ലേ? എടി എന്തോ തിരക്കിയെന്ന് ഒരു 10-20 വർഷം മുമ്പത്തെ കത്ത് കൊടുത്തോണ്ടേ എന്റെ മനസ്സമാനങ്ങളായി വന്നോണ്ടല്ല. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം പറ? നിങ്ങളെ മനസ്സിൽ ഒന്നുമില്ലെങ്കിലേ നിങ്ങൾ ഇതിപ്പൊ ചുരുട്ടിക്കളയണം. അല്ലെങ്കിൽ വേണ്ട, ഇതിവിടെ കിടന്നാലേ ഇത് വീണ്ടും നിങ്ങളെടുത്ത് സൂക്ഷിച്ചു വെക്കും. അതുകൊണ്ടേ എടുത്ത് കത്തിക്ക്. എന്ത് നോക്കണ പറ്റൂലേ? തീപ്പെട്ടിയോളെ തീപ്പെട്ടിയോളെ കത്തോളെ ഉടക്കത്തൊരു കത്ത്. അല്ല, ഈ ലൈറ്റർ ഇതിപ്പോ എവിടെ നിന്ന് വന്ന്? നിങ്ങളിപ്പോ സിഗരറ്റ് വല്ലതും തുടങ്ങിയ? നീ വാങ്ങിച്ചാണ്. ഞാൻ വാങ്ങിച്ചാണല്ലേ, സോറി. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ. നാളെ കൃത്യം 5 മണിക്ക് തന്നെ എത്തിക്കോണേ. നമ്മളിവിടെ തീ പോലെയാണ് പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ ഓക്കെ അളിയാ, ബൈ. മൊത്തേ നാളെ എത്താന്ന് പറഞ്ഞ് പറ്റിക്കരുത്. ഓ നിന്റെ പഴയ ലൈ നിമ്മി ബീപ്പി എന്ത് പറഞ്ഞു? അവളെ ഇതിനെത്താന്ന് സമ്മതിച്ചിട്ടുണ്ട്. ശരിക്കും ശരിക്കും അളി എന്തോ ആലോചിക്കുന്നത്? നിമ്മി ബീപ്പി അവളെ ഭർത്താവ് വരണുണ്ട്. ഇത്ര ചെളിക്കാൻ എന്തോ ഇരിക്കുന്നു? നീ അരുണിനെ വിളി, അവ ഇതുവരെ കൺഫേം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതുവരെ പറഞ്ഞില്ലേ? വിളിയടേ. ഹലോ അളിയാ, നാളെ നീ ഡയറക്റ്റ് അങ്ങോട്ട് വരുമോ അതോ ഞങ്ങൾ നിന്നെ പിക്ക് ചെയ്യാൻ പറഞ്ഞോ? അയ്യോ വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. ആ ശരി. എവിടെന്ന് പറയും? അയ്യോ, അടുത്തിന് എന്താണെന്നോ തപ്പിക്കൊണ്ടുവരണത്? നാളെ ഫ്രീ ആണോ? ഞാൻ എപ്പോഴും ഫ്രീ അല്ലേ, അതിനെന്ത് ഇത്ര ചോദിക്കും? നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോയാലോ? എവിടെ? നാളെ എൻ്റെ സ്കൂളിൻ്റെ റീയൂണിയനാണ്. കൂടെ പഠിച്ച എല്ലാവരും വരും. നമുക്കും പോയാലോ? എല്ലാരും എന്ന് പറയുമ്പോ എല്ലാവരും. അപ്പൊ അവളും കാണുമല്ലേ? അയ്യോ, ഒന്നും അറിഞ്ഞോളത്തൊരു പാവം. നിങ്ങളെ മറ്റവളെ കാണാൻ വേണ്ടി നിങ്ങൾ സെറ്റ് ചെയ്തല്ലേ റീയൂണിയൻ? അയ്യോ എടി, സത്യമായിട്ട് അവള് വരും ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ, അപ്പൊ അവള് വരെ ആഗ്രഹം ഉണ്ടല്ലേ? ആഗ്രഹം ഉണ്ടെന്നാ ഞാൻ എപ്പോഴും എങ്ങനെ അറിഞ്ഞത്? ഇതേ മനുഷ്യ, നിങ്ങളുടെ പ്ലാൻ ഒന്നും എന്റെ അടുത്ത് വേണ്ട. അവളെ കാണാനുള്ള പൂതിയെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. നമ്മൾ ഇന്ന് എന്തായാലും പോണില്ല. ആര്യാ? എല്ലാ തെണ്ടികളും സ്റ്റാറ്റസ് ഇട്ട് നിറയ്ക്കുകയാണ്. ഇവളെ വിത്ത് കാരണം.
അളിയാ നിങ്ങളെന്താ ഇവിടെ? അതെന്തോന്ന് ചോദ്യം അളിയാ. നീ അല്ലേ പറഞ്ഞത് നിന്റെ വൈഫിന് വയ്യ, ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റൂലെന്ന്. ഇനി ഇന്നത്തെ പരിപാടി നമ്മൾ മിസ് ചെയ്തടാ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇന്ന് ഇവിടെ നല്ല രീതിയിൽ ചില്ല് ചെയ്ത് നിന്റെ വൈഫിനെയും പരിചയപ്പെട്ടിട്ടേ പോകണുള്ളൂ. കഴിക്കാനൊന്നും ഇല്ലേടേ? നീയല്ലേ പറഞ്ഞു നിന്റെ ഭാര്യ വയ്യാതെ കിടക്കണമെന്ന്. നിന്റെ ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. അതൊക്കെ ശരിക്കും ഒട്ടും വയ്യ, പക്ഷെ കണ്ടാ പറയില്ലെന്നേ ഉള്ളൂ അല്ലേടി? ഇന്ന് വരാത്തോണ്ടേ നമ്മുടെ ശ്രീലക്ഷ്മിക്കും ഗോപിക്കും ഒക്കെ നല്ല പരാതിയായിരുന്നു. പിന്നെ ഒരു വിധമാണ് അവൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയത്. എന്തിന്? ഒന്നും അറിഞ്ഞൂടാത്ത പോലെ. എൻ്റെ സിസ്റ്ററെ ഒരു കാര്യം അറിയാമോ? നമ്മളെ സ്കൂളിൽ പണ്ട് പെൺപിള്ളേർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം ഓടി എത്തണ കളിയെന്നല്ലേ ഇരുന്നാ? ഞാൻ എപ്പോ ഓടി എത്തിയെന്ന് വെറുതെ വായിച്ചു വിളിച്ച് പറയല്ല കേട്ടാ. ചുമ്മാ ഏടേ, നീ ഗോപിക്ക് പൊതിച്ചോറ് കൊണ്ടുവന്നതും ശ്രീലക്ഷ്മിക്ക് വേണ്ടി റെക്കോർഡ് എഴുതിയതും ഒക്കെ ഭയങ്കര നൊസ്റ്റാൾജിയായിട്ട് ഇന്ന് പറഞ്ഞു. എൻ്റെ സിസ്റ്ററെ സത്യം പറഞ്ഞ ഈ ശ്രീലക്ഷ്മിക്കും ഗോപിക്കും ഇവൻ്റെ അടുത്ത് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ ഇഷ്ടോ നമ്മുടെ ചാന്ദിനിയെ. ഓ, അവൻ്റെ നാണം കണ്ടില്ലേ ആടി. അത് പറഞ്ഞപ്പോഴാണല്ലിയാ ചാന്ദിനി ഇന്ന് വന്നിരുന്നു. അവിടെ കൊച്ചിൻ്റെ പേര് കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയടേ. നീ ഒന്ന് ഗസ് ചെയ്തേ, എന്തായിരിക്കും? അരുണെന്നായിരിക്കും. ഓ, പെങ്ങളൊരു ദീർഘവീക്ഷണേ. കറക്റ്റ്. പോടാ അവിടുന്ന്. അവളെ കൊച്ചിന്റെ ഒരാളൊന്നുമല്ല, അവൾക്ക് എപ്പം കൊച്ചാണ്. അപ്പൊ നീ എല്ലാം അപ്ഡേറ്റഡ് ആയിരുന്നല്ലേടാ കൊച്ചു കള്ള. ഞങ്ങളെ നിന്നെ ഇളക്കം ഒന്ന് ഇട്ട് നോക്കിയതല്ലേ, അളിയൻ വീണടാ. അപ്പോൾ സിസ്റ്ററെ ഞങ്ങൾ ഇറങ്ങുവാന്നേ. സിസ്റ്റർ ഹെൽത്തൊക്കെ നന്നായി നോക്കിക്കോണം, അതുപോലെ അരുണിൻ്റെ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പോണ വഴിക്ക് ആ ചന്തുവിൻ്റെ വീട്ടിലും കൂടെ ഒന്ന് കയറണം. ഇന്ന് വരാമെന്നും പറഞ്ഞ് തേച്ചതാണേ, അവിടെയും കൂടെ ചെന്നൊന്ന് കൊണ്ടാളിയാ. പറഞ്ഞത് കൂടിപ്പോയാടേ. ഇപ്പോഴാണ് കറക്റ്റ്. കുഴപ്പമില്ലായിരിക്കുമല്ലേ? എന്റെ കുടുംബം കൊളന്തോടല്ലടാ തെണ്ടിയടാ. നീയൊക്കെ രണ്ടെണ്ണം കൂടെ ഇന്നലെ കാണിച്ചിട്ട് റിയാക്ഷൻ ആണ് ഈ കാണുന്നത്. എടാ, നിന്റെ ഭാര്യ KGF ആണെന്ന് ഞങ്ങൾ അറിഞ്ഞ. നീ വരാന്ന് പറഞ്ഞ് തേച്ചപ്പോഴത്തേക്കും നിനക്ക് രണ്ട് തെറി ഇട്ടോട്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ കൈവയ്ക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച. വേദന ഉണ്ട്. നിനക്കൊന്ന് എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം നീ ഇന്നലെ നിന്റെ ഭാര്യയെ പേടിച്ചാണ് വരാത്തത്. ഐ എം സോറി അളിയ, മൈ മിസ്റ്റേക്ക്. കേട്ടെടുത്തോളം നിന്റെ ഭാര്യയ്ക്ക് ഒരു നല്ല ജോലി ഇല്ലാത്തതാണ് പ്രശ്നം. അവളെ ഫുൾ ടൈം ജോലി തന്നെ എൻ്റെ കാര്യം അന്വേഷിച്ച് നടക്കില്ല. എക്സാക്ട്ലി. അങ്ങനെ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നിന്റെ പിറകെ ഇങ്ങനെ CD പണിയായിട്ട് നടക്കൂലല്ലോ. അത് ശരിയാ, പക്ഷെ അവൾക്ക് എവിടെ ജോലി കിട്ടാൻ?
ആകെ ബികോം വരെ പഠിച്ചിട്ടുള്ളൂ. ബികോം പഠിച്ചാ? എടാ എന്നാ നിന്റെ ഭാര്യയ്ക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരാം. ശരിക്കും? ആ എടാ നമുക്ക് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. എടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ എൻട്രി എലിവേൻ്റെ ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് സാപ്പ് ഫിഗോ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് പഠിച്ചാൽ മതി. വെറും 6 മാസത്തെ കോഴ്സാണ്. അവർ എന്നെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് തരുകയും ചെയ്യും. ഇത് പഠിച്ചാലേ ഗൾഫിലൊക്കെ നല്ല ജോലി കിട്ടും. ഇനി നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യയെ നമുക്ക് ഗൾഫിലോട്ട് തന്നെ പാക്ക് ചെയ്യാം. എടാ ചേറാമേ, ഇത് നീ തന്നെയാണ് അളിയാ. അതെടാ ഈ ജോലി കിട്ടുമെന്നുള്ള ഉറപ്പില്ല. എടാ എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെയല്ലേ ജോലി കിട്ടിയത്. അതല്ലേ ഞാനിപ്പോൾ നിങ്ങളോട് ഒരു പണിയും ചെയ്യാതെ കറങ്ങി കിടക്കുന്നത്. എൻ്റെ അളിയാ, ജീവിതത്തിൽ ആദ്യമായിട്ട് നീ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തു. ശരിടാ, അപ്പം ഞാൻ ഇറങ്ങി. ഇല്ലെങ്കിലേ ഇപ്പം വിളി വരും. അളിയ, നിനക്ക് ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. സർപ്രൈസാ? ഇനി അതും കൂടെ താങ്ങോളെ ത്രാണി ബോഡിക്ക് ഇല്ലടേ. ഞങ്ങൾ പ്രാർത്ഥിക്കാം. സാധനം വാങ്ങിച്ചിട്ട് ഇത്ര നേരത്തെ വന്നോ? നിനക്ക് ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. ഹയറും നിനക്ക് ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. നിനക്ക് ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. അരുൺ, നീ എന്തെങ്കിലും അന്തം വിട്ട് നോക്കുന്നേ? പെട്ടെന്ന് നിന്നെ കണ്ട സർപ്രൈസില് ഷോക്കായി പോയി. നീ ആരെയും നോക്കുന്നേ? ആരാ നോക്കെ? അവിടെ ഇരുന്നു. എടാ, നിനക്കെന്തോ ഒരു ടെൻഷൻ? ടെൻഷൻ എന്തിന്? അല്ല, നീ എങ്ങനെ എൻ്റെ വീട് കണ്ടുപിടിച്ചേ? അതോ, അത് ജയറാം ഡ്രോപ്പ് ചെയ്തു. നിനക്ക് ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. എന്നിട്ടാവോ എവിടെ? അവൻ അടുത്തൊരു കട വരെ പോയിരിക്കുക. അയ്യോ, ചാന്ദിന് എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്. അവളെങ്ങാൻ ഇപ്പോൾ ഇവിടെ വെച്ച് നിന്നെ കണ്ടാൽ ശരിയാവൂല. അതിന് എന്നെ കണ്ട എന്താ? എടി, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നീ വാ. ആടി, നീ എന്താ ചെയ്യുന്നേ? ആ ഇവിടെ ഇരുന്നോ. എടാ, എനിക്ക് വിളിക്കാനൊന്നും വയ്യ. ഇറങ്ങുമ്പോ വിളിക്കാം. എന്റെ പൊണ്ണ് ചാന്ദിനി, ഇതിന്റെ കാല് ഞാൻ പിടിക്കാം. എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾക്ക് പ്രാന്താണ്. എടാ, ഞാൻ സംസാരിക്കാം. നീ ദയവ് ഇതിന്റെ അകത്തൊന്നും ഉണ്ടായിരുന്നേരും പ്ലീസ്. നിങ്ങളെന്തിനും ഇങ്ങനെ കിടന്ന് കഥയ്ക്കണം? വർക്ക് ചെയ്ത് ക്ഷീണിച്ചപ്പോഴേ കുറച്ച് വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്താണ് പതിവില്ലാത്തൊരു എക്സസൈസ്? ചുമ്മാ. നീ എവിടെ പോണ്? ഡ്രസ്സ് മാറ്റാൻ. ഭയങ്കര തലവേദന. ഒരു ചായ ഇട്ടല്ലോ. ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് വരാം. ചായയുടെ ഈ ഡ്രസ്സൊക്കെ പോരെ, പോട്ടോ.
നീ ചായ ഇടണ്ടല്ലേ? കാല് കളിക്കട്ടെ, അപ്പൊ ഞാൻ ഡ്രസ്സ് മാറ്റാം. എനിക്ക് ഭയങ്കര വിശപ്പ്, കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരൂ. തൽക്കാലം ഇത് കഴി. എന്റെ ഫോൺ. അപ്പൊ ഈ ഇരിക്കണതാ? മാറങ്ങോട്ട്. അയ്യോ, നാട്ടുകാരെ ഓടി വരണേ, എന്റെ ഭർത്താവ് കഴിച്ചു പോയേ. മനുഷ്യോ, നിങ്ങൾ വേണ്ടി പോരുത്. ഞാൻ ഒരു 10 മിനിറ്റ് കടയിൽ പോയ ഗ്യാപ്പില് നിങ്ങൾ കള്ള കാമുകെ വീട്ടിൽ വിളിച്ച് കയറ്റിയല്ലേ? ആരി തെറ്റിദ്ധരിച്ചിരിക്കുക. ഓ, എന്റെ ബെഡ്റൂമിൽ കയറി ഇരുന്നിട്ട് ഞാൻ തെറ്റിദ്ധരിച്ചെന്നല്ലേ? നിങ്ങൾ 2 പേരെ ഞാൻ വെറുതെ വിടൂല. എന്താ മോളെ, എന്ത് പറ്റി? ആന്റി, ഇയാളെന്നെ ചതിച്ച ആന്റി. എന്ത് അവിഹിതോ? അവിഹിതം മണ്ണാങ്കട്ടയൊന്നും അല്ല. ഇനി ഓരോരുത്തരായിട്ട് ഓരോ കഥ ഉണ്ടാക്കാതിരുന്നാ മതി. ഇതിനെല്ലാം കാരണം നീയാ. ആര് ഞാനും ഇവനും തമ്മിൽ ഒരു ചുക്കുമില്ല. ഓ ഡി, നീ കള്ളം പറയരുത്. എന്റെ ഭർത്താവിന് ലവ് ലെറ്റർ കൊടുത്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഏതാ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോളാ? ഇത് പേടിച്ച നീ എന്നെ റൂമിൽ പൂട്ടിയിട്ടതല്ലേ? എടാ, ഭർത്താവായി ഇങ്ങനെ പേടിച്ച് ചാവാതെ എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ആര്യ, ഞാനിന്ന് US തിരിച്ചു പോവാ. അതിനു മുമ്പ് എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ വന്നേ. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഞാൻ ഇവനും തമ്മിൽ ഒന്നുമില്ല. നീ ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ പേടിച്ച് ഇവൻ പല കാര്യങ്ങളും നിന്നിൽ നിന്ന് മറച്ചു വെക്കും. നിനക്ക് അങ്ങനെ ഒരു ലൈഫാണോ വേണ്ടതെന്ന് നീ തന്നെ ചിന്തിക്കും. ഞാനിവളെ കൊണ്ടാക്കണത് വരെ ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ. ഇതിപ്പോ എന്തൊരു ആൾക്കൂട്ടം. നമസ്കാരം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ജയറാമേ, വണ്ടി എടുക്കണം. അല്ല, നീ ഇറങ്ങി. അളിയ, അവൾക്ക് ഫ്ലൈറ്റിന് സമയമായിരുന്നു. പിന്നെ ലാസ്റ്റ് ടൈം വന്നപ്പം നിങ്ങൾക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇതാ പഴം, ഇത് തണ്ണിമത്തൻ. നിനക്കും മത്തം ഭയങ്കര ഇഷ്ടമാണല്ല. രണ്ടുപേരും ഫ്രണ്ട് വന്നതിൻ്റെ സർപ്രൈസിലാണ് പോകുന്നത്. ശാന്തിനി, സോറി, ഞാൻ ഇങ്ങനെ എല്ലാത്തിനും ഓവർ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ഒന്നും പറയാൻ പറ്റാത്ത. ഇപ്പോഴെങ്കിലും നിനക്കതൊക്കെ മനസ്സിലായല്ലോ. നിങ്ങളെങ്കിലും എവിടെ പോലെ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യല്ലേ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു കാര്യമില്ല, നിങ്ങളുടെ കള്ളം പറയേണ്ടി വരും. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. എടി, അതൊക്കെ അവർക്ക് അറിയാം. സബ്സ്ക്രൈബിൻ്റെ കാര്യം പറ. SKG ടോക്സിൻ്റെ ഒരു വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് മേക്കർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന